ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. എല്ലാവർക്കും വേണ്ടി എന്റെ ജീവിതം ബലി കൊടുക്കണമെന്നാണോ അർച്ചന പറയുന്നത്? ഇനി ആരെയും ഒന്നും മനസ്സിലാക്കിയാൻ പറ്റില്ല. കാര്യങ്ങൾ അതിനൊക്കെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു. കണ്ടോ നീ എന്താണ് ഈ കിടക്കുന്നത് നിനക്കറിയാലോ. എന്റെ ജീവിതം ഏതാണ്ടിപ്പോ ഇതുപോലെ തന്നെയാ. ഇതിന് ഉത്തരവാദി നീ മാത്രമാണ്. നിന്നോട് എങ്ങോട്ടും പോരുതെന്ന് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞല്ലേ. എനിക്കതിനെ കുറിച്ച് അച്ഛനോടൊന്നും പറയാനില്ല. ഒരു ഭാര്യയോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത തെറ്റാ നീ ഇന്ന് ചെയ്തത്. ഇതെല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയതാ. നിന്റെയും അവളുടെയും സന്തോഷത്തിനു വേണ്ടി എല്ലാം ഒരുക്കി. അവൾ നിനക്ക് വേണ്ടി കാത്തിരുന്നു. പക്ഷേ നീ വന്നില്ല, മറ്റെവിടേക്കോ പോയി. ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാണ് നീ ചെയ്തത്. എനിക്കങ്ങനെ തോന്നുന്നില്ല. ജീവിതം തേടി നമ്മൾ എങ്ങും പോകേണ്ടതില്ല. കിട്ടുന്ന ജീവിതം ഭംഗിയായി ജീവിച്ച് തീർന്നാ മതി. ഇതൊക്കെ പറയാൻ കൊള്ളാം. പക്ഷെ ഒരു ആയുസ് മുഴുവൻ നരകിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് കൊള്ളാവുന്ന ജീവിതത്തിനെ കുറിച്ചൊരു അന്വേഷണം തന്നെയാണ്. നാളെക്കുറിച്ചൊരു പ്രതീക്ഷയെങ്കിലും ഉണ്ടാവും. നീ എന്തൊക്കെ പറഞ്ഞാലും ഈ തെറ്റിനെ ന്യായീകരിക്കാൻ നിനക്ക് പറ്റില്ല. ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത കുടുംബങ്ങൾ ഈ ലോകത്ത് കാണാൻ തന്നെ പറ്റില്ല. അതൊക്കെ പറഞ്ഞു തീർത്ത് മുന്നോട്ട് പോകുന്നതാണ് ജീവിതം. വെഡിങ് ആനിവേഴ്സറി ദിവസം എന്നൊക്കെ പറയുന്നത് ഭാര്യയ്ക്കും ഭർത്താവിനും ജീവിതത്തിൽ എപ്പോഴും ഓർത്തു വെക്കാനുള്ളതാ. ഭാര്യയും ഭർത്താവും ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ഒഴിവാക്കുക തന്നെ വേണം. വെറുതെ എന്ന് ഒരുമിച്ച് കിടന്ന് കലഹിക്കുന്നതിനേക്കാൾ നല്ലത് പരസ്പരം പിരിഞ്ഞു പോകുന്നത് തന്നെയാണ്. ഒന്നുമില്ലെങ്കിലും മനസ്സമാധാനമെങ്കിലും കിട്ടും. എന്റെ കാര്യത്തിൽ ഞാനിപ്പോ ഏതാണ്ട് ആ തീരുമാനം എടുത്തിരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ ഇനി ഒരുമിച്ച് പോകത്തില്ല. എന്താ പറഞ്ഞു? ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ഈ വെഡിങ് ആനിവേഴ്സറി ഞാൻ തീരുമാനിച്ചതായിരുന്നു. എന്റെ വാക്ക് പോലും നിനക്ക് ധിക്കരിക്കാമെന്നായല്ലേ. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ എനിക്ക് മറ്റു ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അച്ഛൻ എന്നെ തല്ലുന്നതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഇനിയുള്ള എന്റെ ജീവിതമെങ്കിലും എനിക്ക് നോക്കിയേ പറ്റൂ. അർച്ചന എന്നെ പറയും, ഞാൻ ചെയ്തതിൽ എന്താ തെറ്റ്? നന്ദയുടെ ആഗ്രഹം പോലെ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ അതിനൊന്നും സമ്മതിക്കില്ല. തിരുത്താൻ ഇനിയും സമയമുണ്ട്. ഈ കുടുംബത്തിൽ ഇനിയൊരു പെണ്ണിന്റെ കണ്ണീര് വീഴാൻ പാടില്ല. അപ്പോ ആണിന്റെ കണ്ണീര് വീഴാം അല്ലേ? അതൊന്നും എനിക്ക് അറിയില്ല നന്ദേട്ടാ. പക്ഷേ നന്ദേട്ടൻ അച്ഛന്റെ വാക്ക് ധിക്കരിച്ചത് അച്ഛന് വലിയ വിഷമായി പോയി. അച്ഛനെ വിഷമിച്ചാ മതി. അനുഭവിക്കുന്നത് ഞാനാണ്. കുറച്ചു കഴിഞ്ഞു സമാധാനമായിട്ടിരിക്കുമ്പോ അർച്ചന തന്നെ അച്ഛനോട് ഈ കാര്യം പറഞ്ഞാൽ മതി. എന്ത് കാര്യം? അർച്ചന, ഞാൻ മടുത്തു. അവന്തികയും ഞാനും കൂടി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ഇനി സാധിക്കത്തില്ല. ഡിവോഴ്സ് പെറ്റീഷനുകളുടെ വേർവിധിയം തന്നെയാണ് എന്റെ തീരുമാനം. പക്ഷെ ആണിന്റെ കണ്ണീരിനും സങ്കടത്തിനും ഒന്നും ഒരു വിലയില്ല. അതെന്ത് നീതിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആത്മഹത്യകൾ മാത്രം എടുത്ത് നോക്കിയാൽ മതി. അതിലധികവും വിവാഹിതരായ പുരുഷന്മാരാണ്. എന്തുകൊണ്ടാണെന്നറിയാവോ? ജീവിതത്തിലെ മനസ്സമാധാനം ഇല്ല എന്നുകൊണ്ട്. ആഗ്രഹിച്ച ജീവിതം കിട്ടാതെ അഡ്ജസ്റ്റ് ചെയ്ത് ഓരോ ദിവസവും പ്രശ്നത്തിന് മുകളിൽ പ്രശ്നങ്ങളായി ഒടുവിൽ പ്രഷറും ടെൻഷനും സഹിക്ക വയ്യാതെ ഇനി ജീവിച്ചിട്ട് എന്താ കാര്യമെന്ന് തീരുമാനിക്കും. എന്റെ കാര്യം അർച്ചനയ്ക്ക് അറിയാലോ. 7 വർഷം ഞാൻ അവളുടെ തടവറയിലായിരുന്നു. അന്ന് അനുഭവിച്ച ഡിപ്രഷൻ എന്നെ തകർത്ത് കളഞ്ഞത് എത്രമാത്രമാണെന്ന് അർച്ചനയ്ക്ക് അറിയത്തില്ല. അർച്ചനയ്ക്കും എന്നെ മനസ്സിലാവുന്നില്ലേ? ഇപ്പോഴും അച്ഛനെ കരുതിയാണ് പലതും പറയാതിരിക്കുന്നത്.
ഇനി എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. എന്റെ മനസാക്ഷിയോടെങ്കിലും എനിക്ക് നീതി കാണിച്ചേ പറ്റൂ. സന്ധ്യ എനിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുകയാണ്. നന്ദേട്ടാ, അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാ. സന്ധ്യ ഡോക്ടറും നന്ദേട്ടനും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. ഞാൻ അതിനെല്ലാം സപ്പോർട്ടും ചെയ്തിട്ടുമുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ചേരണമെന്ന് ആഗ്രഹിച്ചവളാ ഞാനും. പക്ഷേ നന്ദേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. അച്ഛന് മറ്റെന്തിനേക്കാളും വലുതാ കുടുംബത്തിന്റെ അഭിമാനം. അനുഭവിച്ച പീഡനങ്ങളൊന്നും നന്ദേട്ടൻ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല എന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നന്ദേട്ടന്റെ കുടുംബം തകരാൻ സന്ധ്യ ഡോക്ടറാണ് കാരണമെന്ന് അച്ഛൻ അറിഞ്ഞ അച്ഛൻ ഹൃദയം പൊട്ടി മരിക്കും. അത്രയ്ക്ക് സ്നേഹിച്ച അച്ഛൻ സന്ധ്യ ഡോക്ടറെ വളർത്തിയത്. സ്വന്തം മക്കൾക്ക് കൊടുക്കുന്ന എല്ലാ വാത്സല്യവും അച്ഛൻ സന്ധ്യ ഡോക്ടർക്ക് കൊടുത്തിട്ടുണ്ട്. സന്ധ്യ ഡോക്ടറെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. നന്ദേട്ടൻ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്നല്ലേ നല്ലത്. ഞാൻ പറയുന്നത് ഈ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാ. എല്ലാവർക്കും വേണ്ടി എന്റെ ജീവിതം ബലി കൊടുക്കണമെന്നാണോ അർച്ചന പറയുന്നത്? ഇനി ആരെയും ഒന്നും മനസ്സിലാക്കിയാൻ പറ്റില്ല. കാര്യങ്ങൾ അതിനൊക്കെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞു. ചില തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചേ മതിയാവും. അത് വിധിയാണ്. നന്ദേട്ടാ, മിണ്ടിപ്പോരുത്. എന്നെ ഉപേക്ഷിച്ചിട്ട് ഇവളുടെ കൂടെ ഒരു ജീവിതം, അത് നിങ്ങൾ ഈ ജന്മത്തെ പ്രതീക്ഷിക്കണ്ട. നന്ദേട്ടൻ രണ്ടും കൽപ്പിച്ചു തന്നെയാ. മനസ്സുകൊണ്ട് എന്നെ ഉപേക്ഷിക്കാൻ നന്ദേട്ടൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാ പരസ്യമായി അവളുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ തീരുമാനിച്ചത്. ഡിവോഴ്സ് നടന്നില്ലെങ്കിലും അയാൾ സന്ധ്യയ്ക്കൊപ്പം ജീവിച്ചു തുടങ്ങിയാൽ പിന്നെ എല്ലാവരും അവളെ അംഗീകരിക്കും. ഒറ്റപ്പെട്ടു പോകുന്നത് ഞാൻ മാത്രമായിരിക്കും. ഈ വീട്ടിൽ നിന്ന് എനിക്ക് പടിയിറങ്ങേണ്ടി വരും. വേണമെങ്കിൽ ഇന്നത്തെ സംഭവത്തിന്റെ പേരിൽ ഇവിടെ ഒരു സ്ഫോടനം തന്നെ എനിക്ക് സൃഷ്ടിക്കാം. പക്ഷേ അയാളോടുള്ള എൻ്റെ പെരുമാറ്റം ഞാനൊന്ന് മാറ്റി പിടിക്കാൻ പോവാ.